നമസ്കാരം. ഇപ്പം നിൽക്കുന്നത് നമ്മുടെ വടക്കാഞ്ചേരി, അതായത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി ഓട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്കറിയാം വടക്കാഞ്ചേരിയിൽ താളം തിയേറ്റർ, ന്യൂരാഗം തിയേറ്റർ എന്നൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ന്യൂരാഗം എന്ന് പറയുന്ന ഈ ഒരു പുതിയ തിയേറ്റർ ആദ്യം പ്രിൻസ് ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു തിയേറ്ററിലൊക്കെ വന്ന് സിനിമ കണ്ടവർക്ക് ആ പഴയ ഓർമ്മകളൊക്കെ ഉണ്ടാവും. അവർ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം എന്ന് പറയുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ സിനിമയുടെ ഒരുപാട് തിയേറ്റർ വിസിറ്റ് ഞാൻ നമ്മുടെ വീഡിയോകളിലൂടെ ചെയ്തു തന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോകൾ നോക്കുക. ഒരുപാട് തിയേറ്ററുകൾ കോഴിക്കോട്, കോയമ്പത്തൂർ, പാലക്കാട്, അങ്ങനെ ഒരുപാട്, എറണാകുളം വരെ നമ്മൾ ലാസ്റ്റ് പോയിട്ടുള്ള ഒരുപാട് നല്ല വീഡിയോകൾ നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോകൾ നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭരതൻ സാറ്, നമ്മുടെ മലയാളം സംവിധായകൻ ഭരതൻ സാറ്, അതുപോലെ തന്നെ നമ്മുടെ ഒടുവിൽ ഉണ്ണീഷ്ണൻ എന്ന് പറയുന്ന മഹാനടൻ. അപ്പോൾ അവരുടെയൊക്കെ ജന്മനാട് കൂടിയാണ് ഈ വടക്കാഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ടർബോൻ്റെ വിശേഷങ്ങളായിട്ട് തിയേറ്റർ വിസിറ്റുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂരാഗത്തിൽ നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിസിറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഞാൻ ഈ തിയേറ്ററൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ എന്ന് പറയുന്ന സിനിമ വടക്കാഞ്ചേരി ന്യൂരാഗം തിയേറ്ററിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. തിയേറ്റർ വിസിറ്റ് നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ സിനിമ റിലീസിന് 4 ഷോകളായിരുന്നു. നമുക്ക് ഈ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. ഓക്കെ. അപ്പോൾ ടർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഇവിടെ 4 ഷോകളായിരുന്നു ന്യൂരാഗത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് പിന്നെ വടക്കാഞ്ചേരി താളം തിയേറ്റർ, അത് ന്യൂരാഗക്കാരുടെ തന്നെയാണ്, ഇവരുടെ തിയേറ്റർ തന്നെയാണ്. അത് വടക്കാഞ്ചേരി ഓട്ടുപാറ സെൻട്രലാണ് ആ ഒരു തിയേറ്റർ. അപ്പോൾ ആ തിയേറ്ററിൽ ഈ ഒരു സിനിമ എക്സ്ട്രാ ഷോസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം വേൾഡ് വൈഡായിട്ട് ഈ ഒരു സിനിമ ഒരുപാട് സിനിമാ തിയേറ്ററുകളിൽ നൈറ്റ് ഷോ, എക്സ്ട്രാ ഷോസുകൾ ഒരുപാട് ആഡ് ചെയ്തിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ടർബോ സിനിമയുടെ തിയേറ്റർ വിസിറ്റ് അങ്ങനെ നമ്മൾ വടക്കാഞ്ചേരി ന്യൂരാഗത്തിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് ഫ്ലക്സുകൾ വയ്ക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തിയേറ്റർ സ്പേസാണ് കേട്ടോ ഇവിടെ. ഓക്കെ. നമ്മളിപ്പോൾ ഒരു മോർണിംഗിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ സൗണ്ട് കേൾക്കാനുണ്ട്. തിയേറ്റർ എന്തോ ചെക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സൗണ്ടിൽ. ഓക്കെ. നല്ല പാർക്കിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു തിയേറ്ററാണ്. പിന്നെ അപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെയാണ് ന്യൂരാഗത്തിൻ്റെ ബോക്സ് ഓഫീസ്, ടിക്കറ്റ് കൗണ്ടർ. പുരുഷന്മാർ, സ്ത്രീകൾ 130 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഒറ്റ സീറ്റിംഗ് ഉള്ളൂ കേട്ടോ. അതായത് 130 രൂപ ചാർജിൽ ഒരൊറ്റ സീറ്റിംഗാണ്. ഇവിടെ ചുമരിൽ ഒരുപാട് ഫോട്ടോസുകൾ വെച്ചിട്ടുണ്ട്. ഭരതൻ സാറിൻ്റെ സ്വന്തം നാടാണ് വടക്കാഞ്ചേരി. അദ്ദേഹത്തിൻ്റെയൊക്കെ നാട്ടിലെ തിയേറ്ററാണ്. അപ്പോൾ നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളൊന്ന് കാണാം ജസ്റ്റ് എന്തായാലും. ഓക്കെ. ഇതാണ് ന്യൂരാഗം തിയേറ്റർ. അടിപൊളി സ്ക്രീനാണ്. നല്ല ഇൻറ്റീരിയറാണ്. കളറൊക്കെ കാണാൻ നല്ല ലുക്കാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒരൊറ്റ സീറ്റാണ്. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവർക്കും ഒരേപോലെ തന്നെ. റിക്ലൈനർ, സോഫ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരൊറ്റ സീറ്റ്. 130 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുക, ഏത് സീറ്റിൽ വേണമെങ്കിലും ഇരുന്ന് സിനിമ കാണുക എന്നുള്ള ഒരു ലെവലിൽ. ഓക്കെ. നമ്പറുകളൊക്കെ ഉണ്ട് സീറ്റിന്. പിന്നെ ഒരു ലെഗ് സ്പേസ് ഒക്കെ ഉണ്ടോ ഇവിടെ. ഭയങ്കരമായിട്ട് ലെഗ് സ്പേസ് ഉള്ള ഒരു തിയേറ്ററാണ്. ഫാൻസി ഷോ, അതായത് ആദ്യത്തെ ഷോയൊക്കെ ഇറങ്ങുമ്പോൾ ചാടി കളിക്കാൻ പറ്റിയിട്ടുള്ള തിയേറ്ററാണ്. അടിപൊളിയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു തിയേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര സൗണ്ടാണ്. അടിപൊളി സൗണ്ടും ക്ലാരിറ്റി ഉള്ള ഒരു തിയേറ്ററാണ്. എനിക്ക് തോന്നുന്നത് വടക്കാഞ്ചേരി താളം തിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓട്ടുപാറ സെൻട്രലാണ് വടക്കാഞ്ചേരി താളം തിയേറ്റർ വരുന്നത്. ന്യൂരാഗം ശരിക്ക് താളം തിയേറ്ററിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു വേണ്ടത് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് കേട്ടോ ഞാൻ. കാരണം താളം തിയേറ്ററിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു തിയേറ്റർ ന്യൂരാഗമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അതിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തിയേറ്ററിലൊക്കെ വന്ന് ഒരുപാട് സിനിമകൾ കാണുന്ന ഇവിടുത്തെ ചുള്ളന്മാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫാമിലീസ്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഈ ഒരു ഇത് കാണുമ്പോൾ അറിയിക്കുക. പിന്നെ ഇവിടുത്തെ ഫാൻസുകാരെടുത്ത് പറയണം, ഏതൊരു ആക്ടറിൻ്റെ ഒരു സിനിമ വരികയാണെങ്കിലും ഇവിടുത്തെ ഫാൻസുകാർക്ക് ആർമാദിക്കാൻ പറ്റിയുള്ള നല്ലൊരു തിയേറ്ററാണ്. അതിനൊപ്പം തന്നെ തിയേറ്ററുകാർക്ക് നന്ദി പറയുന്നു. നമുക്കിങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്യാൻ സാധിച്ചതിൽ നമ്മളോട് സഹകരിച്ച അവരോട് നമ്മൾ നന്ദി പറയുന്നു. സബ് ഊഫറൊക്കെ ഇരിക്കണുണ്ട്. ഇടിപൊട്ട് സബ് ഊഫറാണ്. നെഞ്ച് പൊളിക്കാൻ പറ്റിയുള്ള സാധനങ്ങളാണ്. ഓഹോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടർബോൻ്റെ വിശേഷത്തിന് നമ്മൾ ഒരുപാട് തിയേറ്റർ വിസിറ്റുകൾ ചെയ്തു. നമ്മളോട് സഹകരിച്ച എല്ലാ തിയേറ്ററുകാരും നമ്മളോട് സഹകരിച്ചു. അവരോടൊക്കെ നമ്മൾ നമ്മുടെ ഈ വീഡിയോയിലൂടെ നന്ദി പറയണം കേട്ടോ.
ചേട്ടാ നമസ്കാരം. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി എന്ന് പറയുന്ന ഓട്ടുപാറ എന്ന് പറയുന്ന നമ്മുടെ ഭരതൻ സാറ്, സംവിധായകൻ ഭരതൻ സാറ്, ഒടുവിൽ ഉണ്ണീഷ്ണൻ എന്ന് പറയുന്ന പ്രതിഭകളുടെ നാടാണല്ലോ വടക്കാഞ്ചേരി ഓട്ടുപാറ. അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ, അതായത് വടക്കാഞ്ചേരി താളം തിയേറ്റർ, ന്യൂരാഗം എന്ന് പറഞ്ഞ ഈ ഒരു തിയേറ്ററിൽ എന്താണ് ടർബോ എന്ന് പറയുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷം? എങ്ങനെയാണ്? ഒരുപാട് നെഗറ്റീവുകൾ നേരിട്ടുള്ള ഒരു സിനിമയാണ്. എന്താണ് ഈ ഒരു തിയേറ്ററിലെ അവസ്ഥ ഉണ്ടായിരുന്നത്, അഭിപ്രായം? എനിക്ക് ആ പടത്തിൽ നെഗറ്റീവ് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിവിടെ 25ാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ് ആ പടം കളിക്കുമ്പോൾ. ഇന്നലെയും കൂടി നല്ല ടോപ്പ് കളക്ഷനായിരുന്നു, 141 പേരോളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജനം അതിനെ എത്ര നെഗറ്റീവ് ഉണ്ടെങ്കിലും മമ്മൂക്കയുടെ പടമല്ലേ, അപ്പോൾ അത് വളരെ ഓഡിയൻസ് നന്നായിട്ട് തന്നെയുണ്ട്. ഇത് നമ്മുടെ കളക്ഷനൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല. ആൾക്കാർ ജനം സ്വീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 2023-24 കാലഘട്ടങ്ങളിൽ നല്ല നല്ല സിനിമകളാണ് മലയാളം ഇൻഡസ്ട്രിയിൽ ലഭിച്ചതും അതുപോലെ തന്നെ തിയേറ്ററുകളിലേക്കൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ, മമ്മൂട്ടിയുടെ ഈ ഏറ്റവും പുതിയ സിനിമ ടർബോ വന്നപ്പോൾ മമ്മൂട്ടിയെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു സിനിമകളുടെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് ബാധിച്ചോ എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും ബാധിച്ചായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. എല്ലാ സിനിമകളും പോലെ തന്നെ 2023-24 കാലഘട്ടത്തിൽ വന്ന ആ മെഗാ ചിത്രങ്ങൾ പോലെ തന്നെ ടർബോ സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്ന. ഫാമിലിയൊക്കെ എങ്ങനെയാണ്? ഒരുപാട് വരുന്നുണ്ടായിരുന്നു ടർബോ സിനിമയ്ക്ക്? ഫാമിലി ഉണ്ട്. കൂടുതൽ ഇഷ്ടപ്പെടുന്നത് യങ്സ്റ്റേഴ്സിനാണ്, പക്ഷെ എന്നാലും ഫാമിലീസ് നന്നായിട്ട് വരുന്നുണ്ട്. ഓക്കെ. ഈ 72 വയസ്സായ മെഗാസ്റ്റാർ മമ്മൂട്ടി, നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന ആള്, നമ്മളൊക്കെ ചെറുപ്പം തൊട്ട് നമ്മുടെയൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്ന ഒരു നായകനാണല്ലോ മമ്മൂട്ടി. ഇപ്പോൾ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിലും എങ്ങനെയുണ്ട് ഇപ്പോഴും സിനിമകൾ തിയേറ്ററിൽ വരുമ്പോൾ റെസ്പോൺസ് ഒക്കെ? എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ, മമ്മൂക്ക അങ്ങ് വയസ്സ് പറഞ്ഞു, അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ എന്താ പറയുക, ചെറുപ്പക്കാർ പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം യൂത്ത് ആയിക്കൊണ്ടിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പടത്തിലൊക്കെ കാണുമ്പോൾ വളരെയധികം എന്താ പറയുക, എനർജറ്റിക് ആയിട്ടുള്ള ഒരു മമ്മൂക്കേനെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ഒരു വയസ്സ് പറയാൻ പറ്റൂല. ഒരു ചെറുപ്പക്കാരൻ്റെ ചേഷ്ടകളോട് കൂടിയിട്ടുള്ള അഭിനയം തന്നെയാണ്. അപ്പോൾ നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോൻ്റെ തിയേറ്റർ വിസിറ്റുകൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി, അതായത് മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത് 70 കോടിയുടെ ഒരു ഇതാണ് നമ്മൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ വേൾഡ് വൈഡ് റെക്കോർഡായിട്ട് ഈ ഒരു സിനിമയ്ക്ക് 100 കോടി ക്ലബിലെത്താൻ അധികം ദിവസങ്ങൾ വേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കളക്ഷൻ കൂടി പുറത്തുവിടാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നവരും കാണാത്തവരോടും നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിനിമയെ ഒരുപാട് നെഗറ്റീവുകളും ഡിഗ്രേഡ് ചെയ്തിട്ടും ഒരുപാട് പേര് മനഃപൂർവ്വം ഈ ഒരു സിനിമയെ തകർക്കാൻ ശ്രമിച്ചു. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഇപ്പോഴും 3-ാം വാരത്തിലും കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രമാത്രം തിയേറ്ററുകളിൽ പോയിട്ടും ഇത്രയും റെസ്പോൺസും അല്ലെങ്കിൽ ഇത്രയും റിവ്യൂസും ഓരോ തിയേറ്റർ മാനേജർമാരിൽ നിന്നുള്ള ഓരോ ബൈറ്റുകളും നമ്മുടെ വീഡിയോയിലൂടെ ഇട്ടത് ഈ ഒരു സിനിമയെ തകർക്കാൻ ശ്രമിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരമായിട്ടാണ്. എങ്കിലും ഇതെല്ലാം കണ്ടിട്ടും ഇപ്പോഴും വിശ്വസിക്കാത്തവരുണ്ട്. ഈ ഒരു സിനിമ വിജയിച്ചിട്ടില്ല, ഈ ഒരു സിനിമ പൊട്ടയാണ്, ഈ ഒരു സിനിമയ്ക്ക് ആളില്ല എന്ന് പറയുന്നവരുണ്ട്. അവരോട് എനിക്കും ഒന്നും പറയാനില്ല. കാരണം അവർ അതിനുള്ളൊരു മറുപടി അവർ തന്നെ കണ്ടെത്തട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. മറ്റൊന്നും പറയാനില്ല. എല്ലാ സിനിമകളും നന്നാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ വീഡിയോകൾ, നമ്മുടെ മുന്നിൽ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുക. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. ഈ സിനിമ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നല്ലൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിട്ട് മമ്മൂട്ടിയുടെ ടർബോ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് 100 കോടി ക്ലബിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമ്മുടെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.